നമസ്കാരം, എല്ലാവർക്കും തുമി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മറ്റാത്ത നമ്മൾ എവിടേക്ക് പോകുന്നു? മഞ്ചേരിയിൽ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം മഞ്ചേരിയിൽ നിന്ന് ഏകദേശം നമ്മൾ പാണ്ടിക്കാട് റൂട്ടിനല്ലേ പോലെ പാണ്ടിക്കാട് റൂട്ടിന് ഒരു 2 കിലോമീറ്റർ പോയിട്ട് നമ്മളെ ബെഞ്ച് മാർക്ക് റൂട്ടിന് ഏകദേശം നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു അടിപൊളി കിടുക്കൻ വ്യൂ പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ബാഡ്മിൻ്റണിൻ്റെ ഒരു കോർട്ടുണ്ട്, പിന്നെ സിൽസില പാർക്ക് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തേടി നമ്മൾ തുമി വേൾഡിൽ നിന്ന് യാത്രയാവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ അജു ആയിരം എടുക്കോ. അപ്പോൾ നമ്മൾ പോയാലോ. പിന്നെ നമ്മളിന്ന് 3 പേരാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും 3 പേര് ബൈക്കുമേൽ പോകുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, അത് നിയമവിരുദ്ധമാണ്. നമ്മൾ ബൈക്കുമേൽ 3 പേരാണ് പോണത്. ഹെൽമെറ്റും വെച്ചിട്ടില്ല, അതൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. വാഹനത്തിൽ പോകുമ്പോൾ എപ്പോഴും ഹെൽമെറ്റ് ഇട്ടിട്ട് മാത്രം പോവുക. പിന്നെ ഒരിക്കലും 3 പേര് ഒരിക്കലും കയറാതിരിക്കുക. അപ്പോൾ നമ്മൾ മഞ്ചേരി കീശ്ശേരി റോട്ടിൽ വരുമ്പോൾ നമുക്ക് രാജുവിൻ്റെ ഷോപ്പുണ്ട് ഇവിടെ. നമ്മൾ രാജു ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, അടിപൊളിയായിട്ടുള്ള കുലുക്കി സർവത്തെ ബൂസ്റ്റ് കുലുക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നിർത്തിയതാണ്. അപ്പം ഇതാണ് നമ്മുടെ രാജുവിൻ്റെ ഒരു വെള്ളത്തിന്റെ കട. എന്താ പറയുക രാജുവിന്റെ കട. ഒരു ഹായ് പറഞ്ഞോട്. അപ്പം എന്തൊക്കെയാ നമുക്ക് ഇന്നുള്ളത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട്? നമുക്ക് ബൂസ്റ്റ് കുലുക്കി സർവത്താ, പിന്നെ വത്തക്ക വെള്ളം, ഔല് മിൽക്ക്, പിന്നെ ഐസ്ക്രീം ഒക്കെ രാജു തന്നെ ഉണ്ടാക്കണല്ലേ? അതാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ എന്താ കുളിക്കണേ? അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പ് നമുക്ക് വെറൈറ്റി ആയിട്ട് കുടിക്കാൻ പറ്റും. എന്താ ബൂസ്റ്റ് കുളിക്കാക്കല്ലേ? എന്നാല് നമ്മള് ബൂസ്റ്റ് കുളിക്കുക. നിങ്ങൾക്ക് എനിക്കോ ബൂസ്റ്റ് കുളിക്കുക, അജിനും ബൂസ്റ്റ് കുളിക്കാനേ. അപ്പോൾ നമ്മളൊന്ന് 3 ബൂസ്റ്റ് കുളിക്കാണ്ട് എടുക്കണത്. രാജുവിൻ്റെ ബൂസ്റ്റ് കുലുക്കി സർബത്ത് അല്ലേ? ബൂസ്റ്റ് കുലുക്കി സർബത്ത് തന്നെ പറയാം. സർബത്ത് ഇട്ടുണ്ട്, പിന്നെ ബൂസ്റ്റ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, എല്ലാം കസ്കസ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള കുടിച്ചു നോക്കാം നമുക്ക്. നല്ല ബൂസ്റ്റ് കിട്ടുന്നുണ്ട്. ബൂസ്റ്റിൻ്റെ ചോയ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട്. ആ പാലിൻ്റെയും സർവത്തിൻ്റെയും നല്ലൊരു അടിപൊളി ഒരു വെള്ളം തന്നെ പറഞ്ഞത്. നമ്മുടെ രാജുഭായിൻ്റെ കടയിൽ 2 സെക്ഷനായിട്ടാണ്. ഒന്ന് നമ്മളിത് വെള്ള സെക്ഷനായിട്ട് വേറൊരു വണ്ടി വെച്ചാണ് കട. പിന്നെ നമുക്ക് ഉപ്പിലിട മാങ്ങ, നെല്ലിക്ക, അതേപോലെ ആപ്പിള്, ക്യാരറ്റ്, അതുപോലെ അത് നമ്മൾ അപ്പം എന്താ നമ്മൾ പറയാം, ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഗോപാൽ എന്നാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഉപ്പിലിട്ട ഏതൊക്കെ ഐറ്റംസ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടെ കാണും, എന്നാലും നിങ്ങളൊന്ന് പറയണ്ടേ. ഗോപാൽ ഭായി നമ്മളോട് പറയട്ടോ. വളന്തപ്പഴം, മാങ്ങ, പൈനാപ്പിൾ, തക്കാളി, ഭായി ആണ്, എന്നാലും നല്ല രീതിയിലുള്ള പേരൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാൽ എന്നാലും. വീട് രാജസ്ഥാൻ. രാജുഭായിൻ്റെ ബ്രദറാണ് കേട്ടോ. അപ്പം നമുക്ക് എന്നാല് ഇതൊന്നും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ അച്ചാറാണ് കേട്ടോ. കാണിച്ചു.
നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം. കണ്ടിട്ട് നമ്മുടെ ചാനലിന്റെ പേര് വെച്ചാണ് നമുക്കൊരു സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട്. എന്നൊരു അഭിപ്രായം നമ്മൾ രാജ്യത്ത് കളഞ്ഞു വെച്ചാൽ ഇവിടുത്തെ അച്ചാറ് കഴിച്ചില്ല അടുത്ത് നേരെ കേൾക്കുള്ളൂ. ഒന്ന് പറഞ്ഞു. അടിപൊളി ഇവിടുത്തെ അച്ചാറാണ്. അവിടെ എല്ലാവരും വന്നതിന് അച്ചാറിനെ പറ്റി എല്ലാം പറയല്. അച്ചാർ നിങ്ങളുടെ സ്ഥലവിടെ നിങ്ങളുടെ പേര് ഇവിടെ സ്ഥലവിടെ. അപ്പോൾ നമ്മൾ രാജുവിൻ്റെ കടയിൽ ബൂസ്റ്റ് കുടിച്ചൊക്കെ കുടിച്ചു. ഇനി നമ്മൾ മഞ്ചേരിയിലെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഏകദേശം നമ്മൾ രാമോടത്ത് JTSൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടെ ഉണ്ടാവും. 5 കിലോമീറ്റർ ഉണ്ടാവില്ലേ? വ്യൂ പോയിന്റ് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ടാവും. ഇപ്പം വന്നത് മഞ്ചേരി വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം സമയം 5:30 ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ആ ഒരു സൂര്യൻ അങ്ങോട്ട് താന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നത് നമുക്ക് വ്യൂ പോയിന്റിന് ഏകദേശം കുറച്ചുകൊണ്ട് പോന്നാൽ DBA ബാഡ്മിൻ്റൺ അക്കാദമിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നുമില്ല, ഇവിടെ ആരും വന്നതല്ല. അപ്പം ഒരു ഷട്ടിലിൻ്റെ കോർട്ട് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോകുന്നതാണ്. നമ്മുടെ മഞ്ചേരിയിലാകെ ഒരു ബാഡ്മിൻ്റണിൻ്റെ അങ്ങനത്തെ ഒരു കോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാഡ്മിൻ്റണിൻ്റെ കോർട്ടൊന്ന് കാണട്ടോ. ഇപ്പോൾ ഇതാണ് കേട്ടോ DBA ബാഡ്മിൻ്റണിൻ്റെ കോർട്ട്. 3 കോർട്ടായിട്ട് ഇനി നമ്മൾ പോണത് സിൽസില പാർക്കും വ്യൂ പോയിന്റ്, മഞ്ചേരിയിലെ വ്യൂ പോയിന്റും. സിൽസില വ്യൂ പോയിന്റ് ടൈം നമ്മൾ ഏകദേശം ആയി. അപ്പം 5:32 ആയി. സൂര്യൻ ഇങ്ങനെ താന്ന് വരുമ്പോൾ നല്ല ഭംഗിയാണ് ആയി കാണാൻ. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മഞ്ചേരി ടൗണിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് മഞ്ചേരി എങ്ങനെ ഉണ്ടോ അത് നമ്മൾ ഈ ഇവിടെ വന്നിട്ട് ഈ കുന്നിന്റെ മേലെ വന്നാലേ നമുക്ക് കാണാം. അവിടെ പോയിട്ട് വരാം. ഇപ്പോൾ DBA ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ മഞ്ചേരിയിലെ വ്യൂ പോയിന്റ് ആയിട്ടുള്ള കുന്നിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ മഞ്ചേരി ഇവിടത്തിൻ്റെ മേലെ നിന്നാൽ നമുക്ക് ശരിക്കായിട്ട് കാണാം. നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു വ്യൂ ആണ്. എൻ്റെ പൊന്നോ, സൺസെറ്റ് കണ്ടോ? സൺസെറ്റ് എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ഇവിടേക്ക് തന്നെ ആ കാണുന്നത് മഞ്ചേരി ടൗണാണ് കേട്ടോ. മഞ്ചേരി ടൗണ്. പിന്നെ ആ കാണുന്നത് ഇന്ത്യൻ മാളാണ്. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടോയെന്ന് അറിയില്ല, അത് അപ്പോളോ ബിൽഡേഴ്സിൻ്റെ ഫ്ലാറ്റ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ മഞ്ചേരി ടൗൺ നമുക്ക് ഇങ്ങനെ കാണാം. നമ്മൾ പോന്നിട്ടുള്ള പാണ്ടിക്കാട് റോഡ് ഇതിലിങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് അവിടെ കാണുന്നത് നമ്മുടെ NSS കോളേജാണ്. പിന്നെ ആ ദൂരത്ത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ആ ദൂരത്ത് ഏകദേശം ആ കാണുന്നത് തുറക്കലുള്ള ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ. നമുക്ക് തുറക്കലുള്ള ക്രിസ്ത്യൻ പള്ളിയാണ് ആ വൈറ്റ് ഇട്ടുള്ളത് കാണുന്നത്. അടിപൊളിയായിട്ടുള്ള വ്യൂ, തകർപ്പം വ്യൂ. ഇവിടുത്തെ സൺസെറ്റ് ഒരു രക്ഷയില്ല. അപ്പം കാണുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട് പതുക്കെ സൂര്യൻ താന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് വരുന്നത് തന്നെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. വാട്ട് എ ബ്യൂട്ടി. തകർത്തിട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ അജു സൂര്യനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഷോപ്പിലാണ്. എങ്ങനെയുണ്ട്? ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന അജു. നമുക്കിവിടെ ഈ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള പയ്യന്മാരാണ് കേട്ടോ. വെറുതെ വന്നിട്ട് ഇങ്ങനെ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെയും കാണാം.
നമ്മൾ ആ കാണുന്നത് തുറക്കലുള്ള ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ. ആ കുരിശ് ചിഹ്നം ഒരു ചുവപ്പ് ലൈറ്റ് വെച്ച് കത്തിച്ചിട്ടുള്ളത്. മഞ്ചേരിയുടെ രാത്രി കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചാണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഫോണിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. ക്ലിയറും കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള ഒരു പരിമിതി നമുക്ക് ഇവിടെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഉണ്ടാവും. എന്തായാലും നല്ല കിടുക്കം സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അവിടുത്തെ സൺസെറ്റ് ഇവിടെ വരുന്നതാണത് കാണണമെന്നുണ്ടെങ്കിൽ സൺസെറ്റ് മാരകാണ്. അയ്യോ, എന്താ എൻ്റെ അഭിപ്രായം? അടിപൊളി സൺസെറ്റ് വ്യൂ. ഇവിടെ വരാതെ കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ഈ ബസ്സാണ് നിങ്ങൾ ഈ ബസ് നമ്മുടെ സിൽസില പാർക്കിലേക്ക് വന്നിട്ടുള്ള ബസ്സാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ വരുന്നവർക്ക് നമ്മുടെ സിൽസില പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ ഡേബിയാൻ്റെ ബാഡ്മിൻ്റണിൻ്റെ കോർട്ടുണ്ട്, അതുപോലെ തന്നെ മെട്രോ വില്ലേജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഈ മഞ്ചേരി കാണാനുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചാണ് അവസാനിപ്പിക്കുകയാണ്. എത്രത്തോളം വീഡിയോ ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.